നമസ്കാരം. രാജ്യത്തെ അട്ടിമറിക്കാൻ തീവ്രവാദ ഗ്രൂപ്പുകൾ ഇപ്പോഴും ശ്രമം തുടരുകയാണ് എന്നതിന്റെ ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും മറ്റ് ചില സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ തന്നെ പുറത്തു വരുന്നത്. അതായത് ഏത് വിധേനയും രാജ്യത്തെ സമാധാനാന്തരീക്ഷം തകർക്കുക, രാജ്യത്ത് കലാപമുണ്ടാക്കുക, രാജ്യത്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാത്രം ഉണ്ടാക്കുക എന്നിവയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം. ഇവിടെ നടപ്പിലാകാൻ പോകുന്നില്ല, എന്നാൽ പോലും അവർ മുമ്പോട്ട് വയ്ക്കുന്നത് ഇതൊക്കെ തന്നെയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് രാജ്യത്തെ ഏത് വിധേനയും തകർക്കുക, രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, രാജ്യത്ത് കലാപങ്ങൾ വർദ്ധിപ്പിക്കുക, രാജ്യത്തെ സമാധാനാന്തരീക്ഷം തകർക്കുക എന്നിവയാണ് ഇവർ മുമ്പോട്ട് വയ്ക്കുന്ന ചില ലക്ഷ്യങ്ങൾ. ഇപ്പോൾ ഡൽഹി സഹറൻപൂർ റെയിൽവേ ട്രാക്കിൽ 12 അടി ഉയരമുള്ള ഇരുമ്പ് തൂണ് കല്ലുകളുമായി അവിടെ ആ ട്രാക്കിലൊക്കെ കൊണ്ടിട്ടു. ഈ കല്ലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ യു പിയിലെ ഷംലിയിൽ ട്രെയിൻ ലോക്കോ പൈലറ്റ് ജാഗ്രതയോടെ നിർത്തി വൻ ദുരന്തമാണ് ഒഴിവാക്കിയത്. അട്ടിമറി ആശങ്കകൾ അന്വേഷിക്കാനായിട്ട് അന്വേഷണം ആരംഭിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് ഡൽഹി സഹറൻപൂർ ട്രാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ട്രാക്കാണ്. അവിടെയാണ് ഇത്തരം അട്ടിമറി ശ്രമങ്ങൾ നടന്നിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലടക്കം ഇത്തരം അട്ടിമറി ശ്രമങ്ങൾ പലയിടത്തായി നമ്മൾ കണ്ടിട്ടുണ്ട്. വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ കല്ലെറിയുന്ന, ട്രെയിനുകളുടെ ചില്ലുകൾ തകർക്കുന്ന മഹാകുംഭമേള നടന്നപ്പോൾ അങ്ങോട്ട് തീർത്ഥയാത്രയ്ക്കായി പോയ ആളുകൾ സഞ്ചരിച്ച ട്രെയിനുകൾ തടയിടുകയും അതുപോലെ തന്നെ അവയ്ക്ക് കുറുകെ കല്ലുകൾ വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ശക്തമായ അന്വേഷണം നടക്കുകയാണ്. നിരവധി ആളുകളെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹിയിലെ ഈ സഹറൻപൂർ വളരെ പ്രധാനപ്പെട്ട ട്രാക്കിലാണ് 12 അടി നീളമുള്ള ഇരുമ്പും അതുപോലെ സിമന്റ് കൊണ്ടും വാർത്ത തൂണുകൾ റെയിൽവേ ട്രാക്കിൽ അടുക്കി ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വരുന്നത്. അതിന്റെ ദൃശ്യങ്ങളൊന്ന് കാണാം. തീർച്ചയായിട്ടും അതിഭീകരമായ ദൃശ്യങ്ങളാണ്. രാജ്യത്ത് സമാധാനാന്തരീക്ഷത്തെ ഇല്ലാതാക്കാൻ, രാജ്യത്ത് ട്രെയിനുകൾ മറിച്ചിടാനായിട്ട്, ആളുകളെ കൊല്ലുന്നതിനായിട്ട് തീവ്രവാദ ഗ്രൂപ്പുകൾ തുനിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ആകമാനം ഉള്ള പാകിസ്ഥാൻ പ്രേമികൾ കുറെ എണ്ണമുണ്ട്, കുറെ മത തീവ്രവാദികളുണ്ട്. അവരെല്ലാവരും ചേർന്ന് നടത്തുന്ന അട്ടിമറി ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം നീക്കങ്ങൾ ഇവിടെ നടക്കുന്നത് എന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ട് നേരത്തെ ഉണ്ടായിരുന്നു. അതുപോലെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ, അതുപോലെ പാർലമെന്റ് മന്ദിരം, അതുപോലെ വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ മന്ദിരങ്ങൾ, കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾ, പ്രധാനപ്പെട്ട പോസ്റ്റ് ഓഫീസുകൾ, അങ്ങനെയുള്ള കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കെതിരെയൊക്കെ തന്നെ അട്ടിമറി ശ്രമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള IB റിപ്പോർട്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതനുസരിച്ച് സുരക്ഷാ ക്രമീകരണങ്ങളും പരിശോധനയും ഒക്കെ തന്നെ കേന്ദ്ര സർക്കാരും കേന്ദ്ര ആഭ്യന്തര വകുപ്പും കേന്ദ്ര പ്രതിരോധ വകുപ്പും ചേർന്ന് നടത്തുന്നുണ്ട്, ശക്തമായി തന്നെ നടത്തുന്നുണ്ട്. ഏതായാലും റെയിൽവേയിൽ കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്താൻ, റെയിൽവേ മേഖലയിലൊക്കെ തന്നെ ഈ ആൾതാമസമില്ലാത്ത ജനവാസ മേഖലയിലൂടെ അല്ലാതെ പോകുന്ന റെയിൽവേ ട്രാക്കുകളിലൊക്കെ തന്നെ കൃത്യമായ സുരക്ഷ ഏർപ്പെടുത്താനുള്ള എല്ലാ സംവിധാനവും ഉടൻ ഒരുക്കും എന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയവും അറിയിച്ചിരിക്കുന്നത്. ഇത്തരം തീവ്രവാദികൾ, ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർ, രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർ, രാജ്യത്തെ ജനങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്നവർ, അവർക്കൊക്കെ എതിരെ അതിശക്തമായ മാതൃകാപരമായ നടപടി ഉടൻ തന്നെ ഉണ്ടാകും. കൃത്യമായ അന്വേഷണം നടത്തും ഈ വിഷയത്തിലൊക്കെ എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഇത്തരം മേഖലകളിൽ കേരളത്തിലൊക്കെ തന്നെ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരം ട്രെയിനുകൾ ആക്രമിക്കുകയും അതുപോലെ തന്നെ റെയിൽവേ പാളത്തിന് കുറുകെ കല്ലുകൊണ്ടിടുകയും അതുപോലെ മരം വെട്ടിയിടുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ ഇതിനു മുൻപും പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതിലൊക്കെ തന്നെ ശക്തമായ അന്വേഷണവും ആളുകളെയൊക്കെ തന്നെ പിടിച്ചിട്ടുണ്ട്. ഇവരെ ആരെയും വെറുതെ വിടില്ല. മാതൃകാപരമായി ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുള്ള നിയമപരമായ കർശനമായ ശിക്ഷ ഇവർക്കൊക്കെ ലഭിച്ചിരിക്കും. ഇത്തരം തോന്നിയാസങ്ങൾ, തീവ്രവാദികൾക്ക് നിങ്ങൾക്ക് പല മാർഗങ്ങളുണ്ടാകാം ആളുകളെ കൊല്ലാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ. അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരം പൊതു ഇടങ്ങൾ കേന്ദ്രീകരിച്ച്, പൊതുസ്ഥലങ്ങൾ, റെയിൽവേ ട്രാക്കുകളൊക്കെ കേന്ദ്രീകരിച്ച് ഇത്തരം അട്ടിമറി ശ്രമങ്ങൾ നടത്തുന്നത്. അത് കൃത്യമായി തന്നെ പരിശോധിക്കപ്പെടും, കൃത്യമായി തന്നെ അന്വേഷിക്കപ്പെടും, കൃത്യമായി തന്നെ നടപടി സ്വീകരിക്കുകയും ചെയ്യും.